സൗദി അറേബ്യയിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ജനകീയ ഫണ്ട് സമാഹരണം താൽക്കാലികമായി നിർത്തി. നിലവിൽ 30 കോടി രൂപ ആപ്പ് വഴി ലഭിച്ചു. ചിലർ വാഗ്ദാനം ചെയ്ത ഫണ്ട് കൂടി ലഭിക്കാനുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. 34 കോടി രൂപയാണ് മോചനദ്രവ്യം നൽകാനായി വേണ്ടത്. കളക്കാതെ സംഘടിപ്പിച്ച് ആക്കി എൻ്റെ മോനങ്ങളെല്ലാവരും കൂടി മോചിപ്പിച്ച് ഇത്തിരി പെട്ടെന്ന് നാട്ടിൽ വന്നേ കാണാനുള്ള വിധി അല്ലാതെ തെറ്റ് കളൊക്കെ സൗഹാർദ്ദം കൊണ്ട് തന്നെയല്ലേ എൻ്റെ കുട്ടി വരാനായി കിട്ടിയതും ഇത്ര ഉറുപ്പി അവിടെ എത്തിക്കാൻ കഴിഞ്ഞതും. അതിനുള്ള എല്ലാവരോടും നന്ദി. എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എല്ലാവരോടും കളക്കുപാട് കൂടിയതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിയെ കഴിച്ചിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ കുട്ടി അവിടെ തന്നെ കൂടി നിൽക്കേണ്ടി വരില്ലേ. ഞാനില്ല ഒന്നാലും ശുക്ർ ചെയ്യാം. ഓർക്കും വെള്ളവർക്കും ഒക്കെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സന്തോഷം വരാം. അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഇത് നമ്മുടെ ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണ്, ഒരു ടീം വർക്ക്. അത് പ്രവാസ ലോകത്തും ആഗോള മലയാളി സമൂഹത്തിനിടയിലും അങ്ങനെ ഒരു പുതിയ സംസ്കാരമല്ല, നമ്മൾ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും മലയാളികളുടെ ഒരു ഐക്യപ്പെടൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഐക്യപ്പെടലാണ് ഇത്. ഏതെങ്കിലും ഒരു സംഘടനയെ മുൻനിർത്തിയൊന്നും നമ്മൾ അവകാശവാദം ഉന്നയിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എല്ലാവരും ഭാഗവാക്കായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ ജാതി മത കക്ഷിഭേദമന്യേ രാഷ്ട്രീയമോ മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി നമ്മൾ നിന്നു. ഇന്നൊക്കെ നമുക്ക് വന്ന ഫണ്ടിന്റെ ഫ്ലോ കാണുമ്പോൾ നമ്മളൊരു സന്തോഷം കൊണ്ട് നമ്മൾ സത്യത്തിൽ എന്താ പറയുക, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി. അത്രയും ആവേശത്തോടു കൂടിയാണ് ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ ഇന്ന് 13-ാം തീയതിയാണ്, 16-ാം തീയതിയാണ് ഈ ഇത് നമുക്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് മാറ്റപ്പെടാനുള്ള അവസാനം സൗദി കുടുംബം നമുക്ക് തന്നിട്ടുള്ള സമയം. അതിനകത്ത് ഈ ഫണ്ട് ആകുമോ എന്നുള്ള ഒരു ഭയപ്പാട് നമ്മളെല്ലാവരെയും, റിയാദിൽ ഇതിനു വേണ്ടി ഊണും ഉറക്കവും ഒഴിഞ്ഞ് രാപ്പകലില്ലാതെ ഒരു ടീം വർക്ക് എല്ലാ കക്ഷികളും അടക്കം ഏകദേശം 75ഓളം സംഘടനകളുള്ള ഒരു കൂട്ടായ്മയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവർ ഈ സൗദി കുടുംബവുമായും ഇന്ത്യൻ എംബസിയുമായും നിരന്തരം ബന്ധപ്പെട്ട് കാര്യങ്ങൾ ലൈവാക്കി നിർത്തി. അതിന്റെ ഫലമായി തന്നെ നമ്മളിവിടെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും അത് കൃത്യമായി അവരെ അറിയിക്കാനും അതുവഴി അവരുടെ ഒരു മാനസികമായ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാനും സാധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുമായി കൂടാനും ഈ കാര്യങ്ങൾക്ക് അവരെ അറിയിക്കാനും ഒഫീഷ്യലി അറിയിച്ച് നമ്മുടെ മറ്റ് നടപടികളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുമാണ് നമ്മുടെ ശ്രമം. സലാം മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. സലാം, മലയാളി ഒരിക്കൽ കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന നിമിഷം മലയാളി എന്നു മാത്രമല്ല ലോകത്തെങ്ങുമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരുടെ മഹാമനസ്കതയും വലിയ മനസ്സും കൊടുക്കാൻ നമുക്ക് 30 കോടിയും അതായത് 34 കോടി മോചനദ്രവ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ വാർത്ത. ഇതിപ്പോൾ ഇനി പണം ആവശ്യമില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ആവട്ടെ, സംഘാടകരാവട്ടെ, കുടുംബങ്ങളാവട്ടെ ഈ ഒരു ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ പണം സ്വീകരിക്കുന്നില്ലേ? ഇനി എപ്പോൾ ഈ തുകയെല്ലാം കൈമാറാൻ പറ്റും നമുക്ക്? സൈഫുദ്ദീൻ, ഇപ്പോൾ നിലവിൽ 30 കോടി രൂപയാണ് ആപ്പ് വഴി കളക്ട് ചെയ്തിട്ടിരിക്കുന്നത്. എന്തായാലും 4 കോടി രൂപ ഇനി സ്പോൺസർമാരുടെ സഹായം വരാനുണ്ട്. ആ രീതിയിൽ ചില സഹായങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അത് കൂടി ലഭിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും 34 കോടി രൂപ, അതായത് നേരത്തെ മോചനത്തിന് വേണ്ട തുക പൂർണ്ണമായും കണ്ടെത്തി എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഇതാണ് ഇവിടെയുമായി ബന്ധപ്പെട്ട, അതായത് സഹായ സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും വലിയ സന്തോഷമാണ് കുടുംബവും സഹായ സമിതിയും എല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. അതിൽ വലിയ സന്തുഷ്ടം, അല്ലെങ്കിൽ ഈ ഒരിക്കലും തന്റെ മകനെ ഇനി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതടക്കമുള്ള കാര്യങ്ങൾ ഈ വലിയ സഹായമാണ്. ഈ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരെല്ലാം കൂടി എല്ലാവരും ഒന്നിച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിൽ വലിയ സന്തോഷമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഉമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട്, അതായത് നേരത്തെ തന്നെ ആപ്പിൽ നിന്നും തുക ലഭിച്ചിരുന്നെങ്കിൽ കൂടിയും ഈ ഒറ്റക്കൊറ്റക്കായുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി തങ്ങളെ കൊണ്ട് കഴിയുന്ന തുക നൽകാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട്